ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യത്തിനെക്കുറിച്ചാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ അനുഭവിച്ചിട്ടുണ്ടോ? രാത്രി 3 മണിക്കും 5 മണിക്കും ഇടയിൽ ഒരു കാരണവുമില്ലാതെ ഉറക്കമുണരുന്നത്. നിങ്ങളുടെ സാധാരണ ഉറക്കത്തിൻ്റെ സമയം, അതായത് 5, 6, 7, 8 മണിക്കൂറുകൾ പോലും തികഞ്ഞിട്ടുണ്ടാവില്ല. എന്നിട്ടും ഒരു അലാറം അടിച്ചതുപോലെ നിങ്ങൾ ഉണർന്നു പോകുന്നു. എന്താണ് കാരണമെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ നല്ല ഉന്മേഷത്തോടെ ഉണർന്നിരിക്കും. അതൊരു പേടി സ്വപ്നം കണ്ടിട്ടോ ഒന്നും ആവില്ല. ആരോ നിങ്ങളെ വിളിക്കുന്നത് പോലെ, ഒരുതരം എനർജി നിങ്ങളെ ഉണർത്തുന്നത് പോലെ തോന്നും. എന്താണ് ഈ എനർജി? എന്താണ് ഇതിന് പിന്നിലെ കാരണം? എന്താണിത് സൂചിപ്പിക്കുന്നത്? ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഈ പ്രതിഭാസം? ഭാര്യയോ ഭർത്താവോ ഉണർത്തുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അലാറം വെച്ച് എഴുന്നേൽക്കുന്നതിനെ കുറിച്ചും അല്ല പറയുന്നത്. യാതൊരു കാരണവുമില്ലാതെ പുലർച്ചെ 3 മണിക്കും 5 മണിക്കും ഇടയിൽ നിങ്ങൾ ഉണരുന്നത് എന്തിനാണെന്നാണ് സൂചിപ്പിക്കുന്നത്. എന്താണ് അതിന് പിന്നിലെ രഹസ്യം? ഈ സമയത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രഹ്മമുഹൂർത്തം. ബ്രഹ്മമുഹൂർത്തത്തിൻ്റെ 2 വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയാത്തത് കേട്ടോ. ഈ ബ്രഹ്മമുഹൂർത്ത സമയത്ത് പ്രപഞ്ചത്തിൻ്റെ ഊർജം ഏറ്റവും ശുദ്ധവും ശാന്തവുമായിരിക്കും. എന്തുകൊണ്ടാണിതിങ്ങനെ? കാരണം ഈ സമയത്ത് ലോകം മുഴുവൻ ഉറങ്ങുകയാണ്. നിങ്ങളുടെ ചുറ്റുപാടും ശാന്തമാണ്. ശബ്ദങ്ങളില്ല, ആളുകളുടെ തിരക്കുകളില്ല, മനസ്സിനെ അലോസരപ്പെടുത്തുന്ന ഒരു വൈബ്രേഷനും ഇല്ല. ഈ ശാന്തമായ സമയത്താണ് നിങ്ങളുടെ മനസ്സ് ഏറ്റവും തുറന്നിരിക്കുന്ന സമയം. നിങ്ങളുടെ ആത്മാവ് പ്രപഞ്ചവുമായി കണക്ട് ചെയ്യാൻ തയ്യാറായിരിക്കുന്ന സമയം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു ഉണർവ് വരുന്നുണ്ടെങ്കിൽ അതൊരു ആകസ്മികതയല്ല. പ്രപഞ്ചം നിങ്ങളോട് എന്തോ പറയാൻ ശ്രമിക്കുന്നു. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ലോകത്ത് യാദൃച്ഛികമായിട്ട് ഒന്നും സംഭവിക്കുന്നില്ല. എല്ലാം ഒരു ഉദ്ദേശത്തോടെയാണ് നടക്കുന്നത്. ഈ ന്യൂമറോളജി ആയാലും നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ചലനമായാലും പ്രപഞ്ചത്തിലെ ഓരോ കാര്യത്തിനും ഒരു കാരണമുണ്ട്. യാദൃശ്ചികത എന്നൊന്നില്ല. ഇത് നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കണം. നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുകയോ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയോ ചെയ്യാം കേട്ടോ. 222, 111 പോലുള്ള സംഖ്യകൾ കാണുന്നതിനും ഒരു പ്രത്യേക സമയത്ത് ഉണരുന്നതിനുമൊക്കെ ചില കാരണങ്ങളുണ്ട്. പൊതുവായി പറഞ്ഞാൽ എല്ലാവർക്കും ഇത് ബാധകമല്ലെങ്കിലും പുലർച്ചെ 3 മണി മുതൽ 5 മണി വരെയുള്ള സമയം ധ്യാനത്തിനും ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാക്കാനും വളരെ ഉത്തമമായ സമയമാണ്. ഇതിന് പിന്നിലെ കാരണം എന്താണെന്നറിയാവോ? ആ സമയത്ത് നിങ്ങളുടെ ചുറ്റും ശബ്ദം വളരെ കുറവായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ. മിക്കവാറും ആളുകളും ആ സമയത്ത് ഉറങ്ങുമായിരിക്കും, അല്ലേ? അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ ചുറ്റുപാടിലെ വൈബ്രേഷൻ ഫ്രീക്വൻസി വളരെ ശാന്തമായിരിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും പ്രപഞ്ചത്തിലേക്ക് ഓരോ സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? നിങ്ങളുടെ ചുറ്റുപാട് ഏറ്റവും ശാന്തമായിരിക്കുന്ന സമയത്ത്, ചുറ്റും അധികം ആളുകൾ ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെടാത്ത സമയത്ത് നിങ്ങളുടെ സന്ദേശങ്ങൾ പ്രപഞ്ചത്തിലേക്ക് വേഗത്തിലെത്താൻ സാധ്യതയുണ്ട്, അല്ലേ? അതുകൊണ്ടാണ് ധ്യാനത്തിനും ആഗ്രഹ സാക്ഷാത്കാരത്തിനും ഈ സമയം വളരെ നല്ലതാണെന്ന് പറയുന്നത്. ചില ആളുകൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവും. അവർക്കത് സ്വീകരിക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ചിലർക്കത് ഒരു അതിശയോക്തിയായിട്ട് തോന്നിയേക്കാം. പക്ഷേ നിങ്ങളിതൊന്ന് പരീക്ഷിച്ചു നോക്കൂ. അപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളിൽ സർഗാത്മക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, അതായത് എഴുത്തുകാർ, ഗായകർ, നർത്തകർ, കലാകാരന്മാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉറപ്പായിട്ടുണ്ട്. ഒരുപാട് പേര് ഞാനത് കേട്ടിട്ടുണ്ട്. ഈ സമയങ്ങളിൽ ഒരു പ്രത്യേക ഊർജം നിങ്ങളിലേക്ക് വരുന്നത് പോലെ, പുതിയ ആശയങ്ങൾ മനസ്സിലേക്ക് വരുന്നത് പോലെ തോന്നിയിട്ടുണ്ടാകാം. ആ സമയത്ത് ലഭിക്കുന്ന ഈ ആശയങ്ങളെയും ഊർജത്തെയും എഴുതി വെക്കുക എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പല ഈ ബെസ്റ്റ് സെല്ലിംഗ് പുസ്തകങ്ങളൊക്കെ ഇല്ലേ, അതേപോലെ തന്നെ ചില ഗാനങ്ങൾ, അതൊക്കെ ഈ സമയത്താണ് എഴുതപ്പെട്ടിട്ടുള്ളതെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്.
പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളിൽ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണേ. കാരണം ഞാൻ ഈ ഒരു കാര്യത്തിൽ ഒരുപാട് ആളുകളുടെ കാര്യങ്ങൾ കേൾക്കുകയും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങളതിനെ ദൈവിക ഊർജ്ജമാണെന്ന് വിളിച്ചോളൂ, ദൈവം ഒന്ന് വിളിച്ചോളൂ, അല്ലെങ്കിൽ പ്രപഞ്ചം ഒന്ന് വിളിച്ചോളൂ. നിങ്ങളൊരു സൃഷ്ടാവാണെന്ന് സങ്കല്പിക്കുക. വിവരങ്ങൾ കൈമാറാൻ നിങ്ങൾ ആരെയെങ്കിലും തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എപ്പോഴായിരിക്കും ആ സന്ദേശം അയക്കുക? എല്ലാ ഫോൺ ലൈനുകളും തിരക്കിലായിരിക്കുന്ന സമയത്തായിരിക്കുമോ, അതോ എല്ലാം ശാന്തമായിരിക്കുന്ന സമയത്തായിരിക്കുമോ? തീർച്ചയായിട്ടും ശാന്തമായിട്ടുള്ള സമയത്തായിരിക്കും, അല്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് പുലർച്ചെ 3 മണിക്കും 5 മണിക്കും ഇടയിൽ ഉറക്കമുണരുന്നവരാണെങ്കിൽ അതൊരു വലിയ അനുഗ്രഹമാണ്. കാരണം നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ്. ഈ ലോകത്തിലെ ഇത്രയധികം ആളുകളിൽ നിന്നും ഒരു സന്ദേശം നൽകാൻ നിങ്ങളെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. ചില ആളുകൾ ഉണരും, സമയം നോക്കും, 3 5 മണിയാണ്. എന്നിട്ട് അവർ വിചാരിക്കും, ഉറങ്ങാൻ കിട്ടിയ സമയം പോയി എന്ന് പറഞ്ഞ് വീണ്ടും ഉറങ്ങാൻ ശ്രമിക്കും. ഇത് പ്രപഞ്ചം നിങ്ങളെ വിളിച്ച്, ഹേയ്, നിങ്ങൾക്കൊരു നല്ല കാര്യം പറയാനുണ്ട്, ഇത് വളരെ ശക്തമായ ഒന്നാണ്, അടുത്ത ബെസ്റ്റ് സെല്ലിംഗ് എഴുത്തുകാരനാവാൻ ഇത് നിങ്ങളെ സഹായിച്ചേക്കാം, ഇതിപ്പോൾ തന്നെ കടലാസിലേക്ക് പകർത്തൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ, ഹേയ്, ഇപ്പോൾ എനിക്ക് ഒട്ടും സമയമില്ല, എനിക്ക് കിടന്ന് ഉറങ്ങണം, 5 മണിയല്ലേ ആയിട്ടുള്ളൂ, മറ്റൊരു സമയം പറയാമോ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് പുലർച്ചെ 3 മണിക്കും 5 മണിക്കും ഇടയിൽ നിങ്ങൾക്കൊരു സൂചന ലഭിക്കുമ്പോൾ ആ ഫോൺ എടുത്ത് ശ്രദ്ധയോടെ കേൾക്കേണ്ടത് പ്രധാനമാണ്. അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഒന്നാമതായിട്ട്, നിങ്ങൾക്കൊരു സൂചന ലഭിക്കുമ്പോൾ ഉറക്കമുണരുമ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ കാല് നിലത്ത് വെക്കുക. 2 കാലുകളും നിലത്ത് വെച്ച് ഇരിക്കുക. ഇത് നിങ്ങളുടെ ഊർജത്തെ നിലത്തുറപ്പിക്കാൻ സഹായിക്കും. ഇത് നിങ്ങളെ ശാരീരികമായി ഉണർത്താനും സഹായിക്കും. നിങ്ങൾ വീണ്ടും ഉറങ്ങിപ്പോവുകയില്ല. ഇതിലൂടെ നിങ്ങൾ ആ ഊർജത്തെ സ്വീകരിക്കാൻ സജ്ജരാകുകയാണ്. നിങ്ങളുടെ നട്ടെല്ല് നിവർത്തി വെക്കുക. കൈകൾ മുകളിലേക്ക് ഉയർത്തി വെക്കുക. ഇതെല്ലാം സ്വീകരിക്കുന്നതിനുള്ള അവസ്ഥകളാണ്. നട്ടെല്ല് നിവർന്നിരിക്കുമ്പോൾ നിങ്ങളുടെ ചക്ര സിസ്റ്റം എല്ലാം വ്യക്തമാവുകയും സന്ദേശങ്ങൾ വ്യക്തമായിട്ട് ലഭിക്കുകയും ചെയ്യും. ഒരു ദീർഘശ്വാസം എടുക്കുക. പതിയെ പുറത്തേക്ക് വിടുക. നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുക. മനസ്സ് ശാന്തമാകുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നുവോ അത് അനുഭവിക്കുക. അവർ വാക്കുകളിലൂടെയോ ഭാഷകളിലൂടെയോ നിങ്ങളുമായി സംവാദിക്കില്ല. ഊർജത്തിൻ്റെ രൂപത്തിലായിരിക്കും അവർ ആശയവിനിമയം നടത്തുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മുടെ ഭാഷയോ അല്ലെങ്കിൽ നമ്മുടെ വാക്കുകളോ കൊണ്ടല്ല പ്രപഞ്ചവുമായിട്ട് ആശയവിനിമയം നടത്താൻ കഴിയുക. നമ്മുടെ ഊർജത്തിൻ്റെ രൂപത്തിലായിരിക്കും പ്രപഞ്ചവുമായിട്ട് നമുക്ക് ആശയവിനിമയം നടത്താൻ കഴിയുക. നിങ്ങളുടെ മനസ്സ് ശാന്തമാകുമ്പോൾ ഉടൻ തന്നെ ഒരു നോട്ട്ബുക്ക് എടുക്കുക, അല്ലെങ്കിൽ ഡയറി. ചിലപ്പോൾ സ്വപ്നങ്ങളിലൂടെയും നിങ്ങൾക്ക് സന്ദേശങ്ങൾ ലഭിക്കാറുണ്ട്. രാവിലെ ഉണർന്ന് 3 സെക്കൻഡിനുള്ളിൽ ആ സ്വപ്നം മറന്നു പോകാറുമുണ്ട്. അയ്യോ, എൻ്റെ സുഹൃത്തിനോടത് പറയാൻ മറന്നല്ലോ എന്ന് തോന്നാറില്ലേ? അതുപോലെയാണിത്. ഉടൻ തന്നെ ഒരു പേനയും ഒരു നോട്ട് പാഡും എടുക്കുക. നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നതെല്ലാം ഒന്നുകിൽ എഴുതുകയോ വരയ്ക്കുകയോ സ്കെച്ച് ചെയ്യുകയോ ചെയ്യാം. ആ സമയത്ത് നിങ്ങൾക്ക് തോന്നിയേക്കാം, ഇതൊക്കെ എൻ്റെ മനസ്സെന്നെ കബളിപ്പിക്കുന്നതല്ലേ എന്ന്. സാരമില്ല, എന്ത് വന്നാലും കടലാസിലേക്ക് പകർത്തുക. നിങ്ങൾ മാത്രമല്ലേ അത് കാണുന്നുള്ളൂ. നിങ്ങളുടെ ആശയങ്ങൾ, കാര്യങ്ങൾ, നിങ്ങൾക്ക് ജീവിതത്തിൽ ഇപ്പോൾ എന്തെങ്കിലും വെല്ലുവിളികൾ നേരിടുന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ സൂചനയായിരിക്കും. കാരണം അതിനുള്ള ഉത്തരങ്ങൾ അവർ നിങ്ങൾക്ക് നൽകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് എന്തും എഴുതാം കേട്ടോ. ഏറ്റവും സമാധാനപരമായ ആ സമയത്ത് നിങ്ങളുടെ ഏറ്റവും വലിയ ചോദ്യം ചോദിക്കുക, നിങ്ങളുടെ മനസ്സിലുള്ളത്. അത് ബന്ധങ്ങളെക്കുറിച്ചാവാം, വിവാഹത്തിനെക്കുറിച്ചാവാം, സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചാവാം, ബിസിനസ്സിനെക്കുറിച്ചാവാം, ജോലിയെക്കുറിച്ചാവാം, വീട് മാറുന്നതിനെക്കുറിച്ചാവാം,
ഒരു വലിയ തീരുമാനം എടുക്കുന്നതിനെ കുറിച്ചാവാം. ആ ചോദ്യം ചോദിച്ച് നിങ്ങളുടെ നോട്ട് പാഡ് എടുത്ത് എഴുതാൻ തുടങ്ങാം. അപ്പോൾ എന്താണ് മനസ്സിലേക്ക് വരുന്നതെന്ന് നോക്കൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ശക്തി. ഇതിന് പിന്നിൽ കൂടുതൽ ആഴത്തിലുള്ള വിശദീകരണങ്ങളുണ്ട്. പക്ഷേ പലതും ഓരോ വ്യക്തിയുടെയും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് വ്യത്യാസമായിരിക്കും കേട്ടോ. അതുകൊണ്ട് എല്ലാവർക്കും ഒരേപോലെ ഇത് ബാധകമാണെന്നും അല്ലെങ്കിൽ ഒരു പൊതുവായ ഒരു ഉത്തരം നമുക്കിതിനകത്ത് പറയാൻ കഴിയില്ല. പക്ഷേ ഈ വിവരങ്ങൾ നിങ്ങൾക്കൊരു നല്ല തുടക്കം നൽകും. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതെങ്ങനെ ഉപയോഗിക്കാമെന്നതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒന്നും കൂടി ഒന്ന് ചുരുക്കി പറയാം. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വലിയൊരു പ്രശ്നം നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതെന്തുമായിക്കോട്ടെ, ബന്ധമോ ജോലിയോ പണത്തിൻ്റെ പ്രശ്നമോ എന്തും ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്ന കാര്യം ആയിക്കോട്ടെ, എന്തായാലും ഈ സമയത്ത് നിങ്ങളൊരു ചോദ്യം ചോദിക്കുക. നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ചോദ്യം, എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എൻ്റെ പ്രശ്നത്തിലുള്ള പരിഹാരം എന്താണ് എന്ന് പ്രപഞ്ചത്തിനോട് ചോദിക്കുക. അതിനുശേഷം എഴുതുക. നിങ്ങളുടെ മനസ്സിൽ വരുന്ന എല്ലാ ഉത്തരങ്ങളും എഴുതുക. ചിലപ്പോൾ അതൊരു ഐഡിയ ആവാം, ചിലപ്പോൾ അതൊരു പ്ലാൻ ആകാം, അല്ലെങ്കിൽ ഒരു പുതിയ ദിശയാവാം. വിശ്വസിക്കുക. ഇത് വെറും തോന്നലാണെന്ന് വിചാരിക്കരുത്. പ്രപഞ്ചം നിങ്ങളോട് സംസാരിക്കുന്നു. അത് നിങ്ങൾ കേൾക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ നിന്നും എന്തെങ്കിലും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളിത് പരീക്ഷിച്ചിട്ട് എന്തെങ്കിലും വിജയം നേടുകയാണെങ്കിൽ തീർച്ചയായും തിരികെ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്